ഈശോയിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകയിൽ വിശുദ്ധ അൽഫോൻസായുടെ തിരുനാള് നമ്മളിന്ന് ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന് വിശുദ്ധിയുടെ പരിമളം തൂങ്ങി ദൈവസന്നിധിയിൽ ഇന്നായിരുന്നുകൊണ്ട് ദൈവത്തെ പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്ന മലാഖമാരുടെ ഗണങ്ങളോട് ചേർന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ അൽഫോൻസായോട് നമുക്കുള്ള ഭക്തിയും സ്നേഹവും നമ്മൾ ഇന്ന് ഇവിടെ പ്രകടമാക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവളാണ്. മാമോദിസ സ്വീകരിക്കുന്നതിലൂടെ എല്ലാ ക്രൈസ്തവരും കർത്താവിൻ്റെ സ്വന്തമാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളവരാണ്. നിങ്ങളെല്ലാവരും തന്നെ ഓരോരോ ജീവിത വിളികള് ദൈവനിശ്ചയത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ജീവിത വഴിയിൽ, അത് കുടുംബജീവിതമാണെങ്കിലും സമർപ്പിത സമൂഹ ജീവിതമാണെങ്കിലും, അതിനുള്ള വിശ്വസ്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സഹനങ്ങള് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് കർത്താവിന്റെ പാതയിൽ നാം ചലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നതും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ അൽഫോൻസ കർത്താവിന്റെ ഏറ്റവും നല്ല ശുശ്രൂഷകയായിരുന്നു. കർത്താവിന്റെ സുവിശേഷത്തിലൂടെ പറയുന്ന അവസാന തിരുവചനങ്ങൾ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷ സ്വീകരിക്കുന്നവൻ കർത്താവിന്റെ പുറകെ പോകുന്നവനാണ്. അവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എത്തിച്ചേരും. ദൈവം ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ ശുശ്രൂഷകര് എത്തിച്ചേരും. ദൈവമായിരിക്കുന്നത് സ്വർഗത്തിലാണല്ലോ. നാം എല്ലാം ഈശോയെ അനുഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ അൽഫോൻസായെ പോലെ സ്വർഗത്തില് എത്തിച്ചേരും. അവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും. അവന് അർഹതയുള്ള സ്ഥാനം സ്വർഗത്തില് നൽകും. വിശുദ്ധ അൽഫോൻസ ഈശോയുടെ ജീവിത വഴികളെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചതിനാല് പിതാവായ ദൈവം അവളെ ബഹുമാനിച്ചു. ഈശോ ആയിരിക്കുന്നിടത്ത് അവൾ ഇന്ന് ആയിരിക്കുകയുമാണ്. ഈശോ പറയുന്ന തിരുവചനം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അതില്ലാതാകുന്നതിലൂടെയാണ് മറ്റൊരു ചെടിയും ആ ചെടിയിൽ നിന്ന് വീണ്ടും കതിരുകളും ഉണ്ടാകുന്നത്. അത് ഈശോയെ സംബന്ധിച്ച് ഈശോ പറഞ്ഞ തിരുവചനങ്ങളാണ്. ഈശോ കുരിശിനെ വരിക്കുന്നതിലൂടെ അത് ഈ ലോകത്തിലുള്ള സകല ജനവിഭാഗങ്ങൾക്കും രക്ഷയായി തീരും. ആ രക്ഷയുടെ അനുഭവമാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. ഈ വചനം വിശുദ്ധ അൽഫോൻസായെ വളരെയധികം സ്വാധീനിച്ചു. അൽഫോൻസ അത് ഹൃദയത്തിൽ കൊണ്ടുനടന്നു. അൽഫോൻസ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഈശോയെ പോലെ അഴിഞ്ഞില്ലാതാകുവാൻ അവള് പരിശ്രമിച്ചു. ജീവിത സാഹചര്യങ്ങളിൽ വലിയ സന്തോഷകരമായ അനുഭവങ്ങളെല്ലാം ലഭിക്കാമായിരുന്നിട്ടും തനിക്ക് ദൈവം മാറ്റിവെച്ചിരിക്കുന്നത് സമർപ്പണ വഴിയാണ് എന്നുള്ള ബോധ്യത്താൽ അവള് തന്റെ ഭവനവും തന്റെ മാതൃ സഹോദരിയുടെ മുട്ടുചെറിയിലുള്ള ഭവനവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് സമർപ്പിത ജീവിതത്തിലേക്ക് അവൾ പ്രവേശിച്ചത്. പിന്നീട് രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ കൂടെ വന്നപ്പോഴും മറ്റുള്ളവർ അൽഫോൻസായെ തിരസ്കരിച്ചപ്പോഴും അവള് തന്റെ ആശ്രയം ദൈവപിതാവിൽ മാത്രം വെച്ച് മുന്നോട്ട് നീങ്ങി. അതുകൊണ്ടാണ് അൽഫോൻസായുടെ മരണശേഷം ദൈവം അവളെ ഉയർത്തിയതും ഈശോയെ പൂർണ്ണമായിട്ടും അവൾ അനുഗമിച്ചത് കൊണ്ട് ഈശോ ആയിരിക്കുന്നിടത്തേക്ക് അവളും സ്വീകരിക്കപ്പെട്ടു. അൽഫോൻസായുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസായുടെ ജീവിതത്തിലുള്ള
വലിയ ഗുണവിശേഷങ്ങളെല്ലാം സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അവള് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിച്ചു നിന്നു. എല്ലാം ഈശോയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. മാമോദിസ സ്വീകരിച്ചപ്പോൾ അവൾ ഈശോയുടേതായി തീർന്നു. ആ ഈശോയുടേതായിരിക്കുന്ന അവസ്ഥ പാപം ചെയ്ത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കർത്താവിനോട് ചേർന്ന് അവള് ഈശോയെ ശുശ്രൂഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈശോയുടെ സ്നേഹത്താൽ ജ്വലിച്ചവളായിരുന്നു. അവളുടെ പ്രാർത്ഥനാനിരതയായിരുന്നു. അവൾക്ക് അവളുടെ സമൂഹം ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകള് രോഗത്തിന്റെ അവസ്ഥയും അവൾ ചെയ്തിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കാനായി അവളെ പറഞ്ഞയച്ചപ്പോൾ വാഗക്കാടുള്ള പള്ളിക്കൂടത്തിൽ അവൾ പഠിപ്പിക്കുന്നത് തയ്യാറായി. പിന്നീട് രോഗാവസ്ഥയിലേക്ക് വന്നപ്പോഴും ആ കട്ടിലിൽ കിടന്നുകൊണ്ടും ആ രോഗത്തിന്റെ അവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുന്നതിനും തന്റെ പ്രാർത്ഥന വഴി ലോകത്തിന് രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനും അവൾക്ക് സാധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഹനത്തെ അവള് സന്തോഷപൂർവ്വം സ്വീകരിച്ചതിനാൽ ദൈവം അവളെ സ്വീകരിച്ചിരിക്കുകയാണ്. ഈശോയുടെ കാൽവരിയിലെ സഹനത്തെ, ഈശോയുടെ പീഡാസഹനത്തെ അവള് സ്വന്തം ജീവിതത്തിലെ രോഗത്തിന്റെ അവസ്ഥയോട് താതാത്മ്യപ്പെടുത്തുകയാണ്. ഈശോയുടെ സഹനങ്ങളോട് അവളുടെ സഹനങ്ങളെ വിശുദ്ധ അൽഫോൻസ ചേർത്ത് വെച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അവളെ അവനായിരിക്കുന്നിടത്തേക്ക് സ്വീകരിച്ചു. നാമും ഈശോയെ ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മെ ദൈവം കൊണ്ടുചെന്നെത്തിക്കാൻ ആഗ്രഹിക്കുന്നതും അവനായിരിക്കുന്നിടത്തേക്കാണ്. അവനായിരിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുവാനുള്ള പരിശ്രമമാണ് നമുക്കും ഉണ്ടാകേണ്ടത്. ആ പരിശ്രമത്തില് ഒരു കാലഘട്ടം മാത്രമാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത്. ഈ ജീവിതകാലത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളെ ദൈവം നൽകിയാലും ആ സഹനങ്ങളെ ദൈവം രക്ഷാകരമാക്കി തീർക്കും. നമുക്ക് വേദനകളെ ഇഷ്ടപ്പാടുകൾ വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ വേദനകളെ അപ്പാടെ മാറിപ്പോയില്ല എങ്കിൽ തന്നെയും അതിലൂടെ ദൈവം നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് നമ്മേക്കാൾ കൂടുതൽ അറിയാവുന്ന ദൈവം നമുക്ക് ആവശ്യമുള്ളവ മാത്രം ആവശ്യമുള്ള സമയത്ത് നൽകും. ആ ഒരു പ്രത്യാശയായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. എങ്കിലും നമ്മൾ അപ്പന്റെ മുമ്പിൽ മക്കൾ ചോദിക്കുന്നത് പോലെ നമുക്കെല്ലാം ചോദിക്കാനുള്ള അവകാശവുമുണ്ട്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുക. കർത്താവ് അത് നമുക്ക് നന്മയ്ക്കാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് അത് അനുഗ്രഹമായി കൃപയായി അവൻ നൽകുകയും ചെയ്യും. വിശുദ്ധ അൽഫോൻസ വഴി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നമുക്ക് ദൈവപിതാവിന് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് ഇദ്ദേഹം ആര് തന്നെയായാലും ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയുമുണ്ട്. അദ്ദേഹത്തിന്റെ നിയമങ്ങളെയും നമുക്ക് ഓർക്കാം. ഇവിടെ ആയിരിക്കുന്ന ഈ നിങ്ങളെല്ലാവരുടെയും നിയമങ്ങളെയും ശുശ്രൂഷകളെയും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചതിനെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കണം. അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഒരേ വർഷം സെമിനാരിയിൽ ചേർന്നവരാണ്. എന്നെ കാണുമ്പോൾ ചില പ്രായം കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നും. അത് സത്യവുമാണ്. അച്ഛന് ഞാൻ ഒരേ വർഷം സെമിനാരിയിൽ ചേർന്നുവെങ്കിലും ഞാൻ അല്പം പഠനം കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നതുകൊണ്ട് ആദ്യത്തെ 2-3 വർഷം പെട്ടെന്ന് കടന്നുപോയി. അതുകൊണ്ട് അച്ഛനേക്കാൾ മുമ്പിൽ 1 വർഷം മുമ്പിൽ എനിക്ക് പട്ടം സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ 2 വ്യത്യസ്തമായ ഭാഷകളിലാണെങ്കിലും ആ ഒരു സൗഹൃദവും സ്നേഹവും എന്നും തുടരുന്നുണ്ടായിരുന്നു. സഭയ്ക്ക് വേണ്ടി ഇഷ്ടതയോടെ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട പോളച്ചൻ ഇപ്പോൾ നിങ്ങളുടെ ഇടവകയിലായിരിക്കുകയാണ്. ഗുജറാത്തില് മിഷൻ മേഖലയിൽ പോയി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് 1 മണിയും കൂടാതെ രൂപതയിൽ നിന്ന് പോകാൻ മനസ്സലാണിച്ച വ്യക്തിയാണ്. തീർച്ചയായും ഇപ്പോഴും രൂപതാധ്യക്ഷനോടുള്ള വിധേയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തെ അനുസരിക്കുന്ന നല്ല ഒരു വികാരത്തിന് നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾക്കും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഇവിടെയുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്ന 2 മഠങ്ങളിലെ സിസ്റ്റേഴ്സിനെയും നമുക്ക് ഓർക്കാം. ഈ ദേവാലയം വളരെ മനോഹരമാക്കിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടെ പറയാതെ ഞാൻ അവസാനിപ്പിച്ചാൽ
അത് നീതികേടാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ വൃത്തിയായിട്ടാണ് ഇതിന്റെ മധുബായും പരിസരവും കാണപ്പെടുന്നത്. ദേവാലയ ശുശ്രൂഷയെയും ദേവത്തെ സഹായിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പുയറിനെയും അഭിനന്ദിക്കുകയാണ്. ജീവനെ പ്രത്യേകിച്ച് ജീവൻ മാനുവലായിട്ട് വായിക്കും. സാധാരണ എല്ലാവരും ഒരു പെൺവയെ കുറിച്ചിട്ട് എഴുതുകയുള്ളൂ. അപ്പം എന്നെപ്പോലെയുള്ള പാട്ടുകാർക്ക് വളരെ വിഷമമാണ് പാടാൻ. ജീവൻ അത് മാനുവലായിട്ട് കൈകൊണ്ട് തന്നെ വായിച്ചു തരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പ്രത്യേകം ജീവനെയും ജീവന്റെ ടീമംഗങ്ങളെയും അഭിനന്ദിക്കുകയാണ്. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ ഇടവകയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനിവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നതും ദൈവത്തിന് മുമ്പാകെ നന്ദിയോടെ ആയിരിക്കുന്നു. വിശുദ്ധ അൽഫോൻസായുടെ മധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ മറിയസേപ്പിന്റെ പ്രാർത്ഥനാ സഹായവും നിങ്ങളെ എപ്പോഴും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാം.